സോ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നെക്സ്റ്റ് ടോപ്പിക് പറയുന്നുണ്ട്. എടുക്കേണ്ടത് മെത്തേഡ്സ് ഓർ പ്രൈസിങ് സ്ട്രാറ്റജി ഓഫ് ന്യൂ പ്രൊഡക്റ്റ് എന്നാണ്. ഒരു പുതിയ പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യുന്ന സ്ട്രാറ്റജി. നേരത്തെ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് കുറേ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ന്യൂ പ്രൊഡക്റ്റ് പ്രൈസിങ്ങിൽ 2 സ്ട്രാറ്റജികളാണ്. ഒന്ന് സ്കിമ്മിങ് പ്രൈസ് പോളിസിയും 2 പെനട്രേഷൻ പ്രൈസ് പോളിസിയും. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്കിമ്മിങ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റിന് ഉയർന്ന പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് പറയുന്ന പേരാണിത് സ്കിമ്മിങ് പ്രൈസ് എന്ന് പറയാം. പെനട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എന്ത് പറയുക, ലോ പ്രൈസ് ഫിക്സ് ചെയ്യുക, ചെറിയ പ്രൈസ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റിൻ്റെ ഷെയർ ക്യാപ്ചർ ചെയ്ത് പിന്നെ പതുക്കെ എന്ത് ചെയ്യുക, വില കൂട്ടുന്നതിനെ പറഞ്ഞ പേരാണിത് പെനട്രേഷൻ പ്രൈസ് എന്ന് പറയാം. അപ്പോൾ സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുക പുതിയ പ്രൊഡക്റ്റിന്. പെനട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നോക്കുക. സബ് പോയിൻറ്റ്സ് റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് എ സ്ട്രാറ്റജി എന്നുണ്ട്. അതായത് ഈ സ്കിമ്മിങ് പ്രൈസ് പോളിസി അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഡിമാൻഡ് ഈസ് റിലേറ്റീവ്ലി ഇനിലാസ്റ്റിക് എന്നാണ്. ഡിമാൻഡ് പൊതുവേ എന്തായിരിക്കും, ഇനിലാസ്റ്റിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻസ് ഏറിക്കുറവിലുണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, ചില സമയത്ത് ഉണ്ടാവും നല്ല ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇനിലാസ്റ്റിക് ഡിമാൻഡ് ആയതുകൊണ്ട് എന്ത് വെക്കണമെന്ന് പറയുന്നു, സ്കിമ്മിങ് പ്രൈസ് അഡോപ്റ്റ് ചെയ്യണമെന്ന് ഒരു കാരണമായിട്ട് അതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ടു റിക്കവർ ദി ഹെവി എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ റിസർച്ച് ഡെവലപ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള ഘടകങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് ബെയർ ചെയ്തതുകൊണ്ട് കമ്പനി നല്ല മാർഗ്ഗം എന്താണെന്ന് പറയുന്നു, ഹൈ പ്രൈസ് ഫിക്സ് ആണെന്ന് പറയുന്നു. വെൻ ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ്. അതൊരു വലിയ പോയിൻ്റാണ്. നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനില്ലാതെ വരുമ്പോൾ, അതായത് പക്ക കോമ്പറ്റീഷൻ ഇല്ലാതെ വരുമ്പോൾ, പുതിയ പ്രൊഡക്റ്റാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഫിക്സ് ചെയ്യാം, ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം. നാലാമത്തത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് അൺനോൺ എന്നാണ്. ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി അറിയാത്ത ഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ബയേഴ്സ് ഹാവ് നോ മെഷറിംഗ് റോഡ് ഫോർ കമ്പയറിംഗ് വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി. അതായത് ഇവിടെ എന്തില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ വാല്യൂ കമ്പയർ ചെയ്യാനോ യൂട്ടിലിറ്റി കമ്പയർ ചെയ്യാനോ എന്തില്ല, ഒരു ബേസിസ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നു. അടുത്ത പോയിന്റ്, ടു അട്രാക്റ്റ് ദി കസ്റ്റമേഴ്സ് ഓൺ ഹൈ ഇൻകം. കാരണം പ്രൈസ് ഹൈ എന്ന് പറയുമ്പോൾ അത് ഹൈ ഇൻകം ഗ്രൂപ്പിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സഹായകരമായി മാറുമെന്ന് പറയുന്നു. ഇനി പെനട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എന്ത് ഫിക്സ് ചെയ്യുക, ലോ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പറയുന്ന പേരാണത് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയാം. ആണ് ദിസ് പോളിസി ഈസ് ഫൗണ്ട് സക്സസ്ഫുൾ ഇൻ ദി ഫോളോയിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എപ്പോഴൊക്കെയാണ് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തത്, പ്രൊഡക്റ്റ് ഹാസ് ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് എന്നാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഹൈ ആയ സമയത്ത് ഏറ്റവും നല്ല ലോ പ്രൈസ് ഫിക്സ് ചെയ്യലാണെന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. അതും ശരിയാണ്. കാരണം നമ്മൾ വില കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വില കൂടുന്നതിനേക്കാൾ കൂടുതൽ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ വിലക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ വില കൂട്ടുകയാണെങ്കിലും കസ്റ്റമേഴ്സ് അത്ര എന്തില്ല, കുറഞ്ഞു പോയില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത്, എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആർ അവൈലബിൾ ടു ഫേം എന്നാണ്. അതായത് കുറഞ്ഞ പ്രൈസിന് വിൽക്കുമ്പോൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒരുപാട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മെഷീനറി, ലാൻഡ്, ലേബർ പോലെയുള്ള ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനെ മുഴുവനായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് പറയുന്നത്. അടുത്തത്, പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഫോർ ദി പ്രൊഡക്റ്റ് ഈസ് ഫെയർലി ലാർജ് ആൻഡ് ഹാസ് എ ഗുഡ് ഡീൽ ഓഫ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്ന് പറയുക. അതായത് വലിയ മാർക്കറ്റ് ഉണ്ടാവും. അതായത് സ്കിമ്മിങ് പ്രൈസാണ് വെക്കുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ ഷെയർ, മാർക്കറ്റിൻ്റെ ഏരിയ കുറവായിരിക്കും. പക്ഷേ ലോ പ്രൈസ് വരുമ്പോൾ അത് ഹൈ ഏരിയ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത്, വെൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലോ എന്നാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ വേണ്ടേ, കാരണം കോസ്റ്റ് ചെറുതാകുമ്പോഴേ പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ടു ഇൻട്രൊഡ്യൂസ് ദി പ്രോഡക്റ്റ് ഇൻ ടു മാർക്കറ്റ്. അതായത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗ്ഗം പെനട്രേഷൻ പ്രൈസ് ആണെന്ന് പറയുന്നത്. ടു ഡിസ്കറേജ് ന്യൂ കോമ്പറ്റീറ്റേഴ്സ് എന്നാണ്. അതായത് ഹൈ പ്രൈസ് വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടെ ഉറപ്പാണ്. പ്രൈസ് കുറവാണെങ്കിൽ എന്ത് കുറവായിരിക്കും, കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും. അതുപോലെ വെൻ മോസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ആർ ഫ്രം ലോ ഇൻകം ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. അടുത്തത് പറയുന്നത് വെച്ചാൽ സ്ട്രാറ്റജീസ് ആണ്. പ്രൈസിങ് സ്ട്രാറ്റജി, അതായത് നോക്കുക, എ പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ ഫോർമുലേറ്റഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദ ചാലഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പർട്ടിക്കുലർലി ഫ്രം ദി പോളിസി ഓഫ് കോമ്പറ്റീറ്റേഴ്സ് എന്നാണ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പോളിസിയെ അടിസ്ഥാനമാക്കി നമ്മൾ പുതിയ സ്ട്രാറ്റജി പ്രൈസിങ്ങിന് അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രൈസിങ് സ്ട്രാറ്റജി ചേഞ്ചസ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ് സിറ്റുവേഷൻ എന്നാണ്. മാറുന്നതിനനുസരിച്ച് എന്ത് വരും, മാറ്റം വരുത്തും. ഇതിൻ്റെ ഒരു സബ് പോയിന്റ് പറയേണ്ടത് ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത സ്ട്രാറ്റജി ഓഫ് പ്രൈസിങ് ആണ്. ഒന്ന്, സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയും. അതായത് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ഇത് ലോ പ്രൈസ് ആണെന്ന് തോന്നിപ്പിക്കലാണെന്ന് പറയുക. അങ്ങനെ രീതിയിൽ പ്രൈസ് ഫിക്സ് എന്ന് പറയുന്ന പേരാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുക. ജോഗ്രഫിക്കൽ പ്രൈസ് എന്ന് പറയുന്നത് ഏരിയ ബേസ്ഡ് പ്രൈസിങ് ആണ്. ഇറ്റ് ഈസ് ദി
practice of charging different prices for the same product to consumers in different geographical location എന്നാണ് അങ്ങനെ ഫിക്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണിത് ജോഗ്രഫിക്കൽ പ്രൈസിംഗ് എന്ന് പറയാം. ബേസ് പോയിൻ്റ് പ്രൈസ് എന്ന് പറയാം. ബേസ് പോയിൻ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പോയിൻ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് പറയുന്നതിൻ്റെ പേരാണിത് ബേസ് പോയിൻ്റ് പ്രൈസ്. ആ ബേസ് പോയിൻ്റ് അപ്പം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ കോസ്റ്റിൽ ഉൾപ്പെട്ടു, പ്രോഫിറ്റ് ഉൾപ്പെട്ടു, പിന്നെ അന്നൂർ ഉൾപ്പെട്ടു. ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് പറയുന്ന പേരാണിത് ബേസ് പോയിൻ്റ് പ്രൈസിംഗ് എന്ന് പറയാം. അടുത്തത് സോൺ പ്രൈസിംഗ് എന്നാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി സെറ്റ്സ് അപ്പ് 2 or more zones എന്നാണ്. 2-3 സോണുകൾ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ദ കമ്പനി ചാർജസ് ദി സെയിം പ്രൈസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ് വിത്തിൻ എ സിംഗിൾ സോൺ. അപ്പോൾ ഒരു സോണിന് ഒരു പ്രൈസ്. ഇപ്പോൾ ഒരു ജില്ല ഒരു സോണാക്കി മാറ്റുമ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരു പ്രൈസ്, അടുത്ത ജില്ല അടുത്തൊരു സോൺ, അതിന് വേറെ പ്രൈസ് ഫിക്സ് ചെയ്യുക. സോണൽ പ്രൈസ് പറയുന്നത് ഡ്യുവൽ പ്രൈസിങ്. ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക, 2 പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പറയുന്ന പേരാണിത് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയാം. അതേപോലെ അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ മാനേജ്മെൻറ്റിന് എന്താണോ താല്പര്യം ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണിത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസിംഗ് ഉണ്ട്. മാർക്കറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഈ ഹോൾസെയിലേഴ്സിൽ നിന്ന് റീറ്റെയിലേഴ്സ് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ റീറ്റെയിലേഴ്സ് ഈ വാങ്ങിയ വിലയോട് കൂടി ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് മാർക്ക് അപ്പ് പ്രൈസിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരിക്കലും ഇവിടേക്ക് എന്ത് സഫർ ചെയ്യേണ്ടി വരില്ല, ലോസ് സഫർ ചെയ്യേണ്ടി വരില്ല. ഹോൾസെയിലേഴ്സിൽ നിന്ന് ഒരു വിലക്ക് 100 രൂപയ്ക്ക് വാങ്ങിച്ചു വിചാരിക്കുക, ഈ സാധനത്തിൻ്റെ 20 രൂപ പ്രോഫിറ്റ് എന്തിന് എത്ര വില ഇടുക, 120 റുപ്പീസ് വില ഇടുന്നതിന് പറയുന്ന പേരാണെന്ന് മാർക്ക് അപ്പ് പ്രൈസ് എന്ന് പറയാം, മാർക്കറ്റ് പ്രൈസിങ്. അതേപോലെ തന്നെ അടുത്താണെന്ന് പറയാം പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് എന്ന്. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ പ്രൊഡക്റ്റ് ലൈൻ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് വിച്ച് ഹാവ് സിമിലർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് പെർഫോമൻസ് സിമിലർ ഫങ്ഷൻസ് എന്നാണ്. ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് ലൈനാണ്. അപ്പോൾ അത് ഡിഫറെൻറ്റ് പേരിലുണ്ട്, ഡിഫറെൻറ്റ് സൈസിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഒരേ പർപ്പസിന് ഉപയോഗിക്കുന്നതിനെ പറയാം. പ്രൊഡക്റ്റ് ലൈൻ നമുക്ക് വേറെ ചാപ്റ്ററിൽ പറയാനുണ്ട്. സിയുടെ പ്രൈസിങ് എന്ന് പറയുന്നത് ഇത്രയുള്ള പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് റെഫേഴ്സ് ടു ദി ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആൻഡ് ഫൈൻഡിങ് ദി പ്രോപ്പർ റിലേഷൻഷിപ്പ് അമംഗ് ദി പ്രൈസസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്നാണ്. അതായത് ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രൈസ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിലേഷൻസ് മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്താണെന്ന് പറയുക ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ് എന്ന് പറയാം. അതായത് ദി പ്രൊഡ്യൂസേഴ്സ് ഫിക്സ് എ ലോ പ്രൈസ് ഫോർ ദിയർ മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ഹൈ പ്രൈസസ് ഫോർ ദി ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് എന്നാണ്. അതായത് മെയിൻ പ്രൊഡക്റ്റിന് വില കുറച്ചിടുക, എന്നിട്ട് ആ മെയിൻ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക വർക്ക് ചെയ്യാൻ ആവശ്യമായ എന്താ പറയുക സബ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ലേ, അതിനുണ്ട് എന്ത് കൂട്ടുക, വില കൂട്ടിയിടുക. അതാണ് എന്ത് പറയുന്നത് ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുക. അടുത്ത് പ്രൈസ് ബാൻഡ്ലിംഗ് ഉണ്ട്. പ്രൈസ് ബണ്ടിലിംഗ് അണ്ടർ ദിസ് സ്ട്രാറ്റജി എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് സോൾഡ് ആസ് എ ബണ്ടിൽ ഓഫ് എ പ്രൈസ് ലോവർ ദാൻ ദി ടോട്ടൽ ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രൈസസ് എന്നാണ്. അതായത് നമ്മൾ എന്താ പറയുക കമ്പൈൻഡ് ഓഫർ ഉണ്ടാവില്ലേ, അതാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയാതെ ബണ്ടിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയാം. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ സോപ്പ് വാങ്ങുന്നു, സോപ്പിന് പ്രൈസ് ഉണ്ട്, സോപ്പ് പ്ലസ് പേസ്റ്റ് പ്രൈസ് ഇടുക, അത് ബണ്ടിലായി. അങ്ങനെ ഓരോരോ വസ്തുക്കൾ കൂട്ടി പ്രൈസ് ഇടുന്നതിനെ പറയുന്ന പേരാണെന്ന് ബണ്ടിൽ പ്രൈസിംഗ് എന്ന് പറയാം. അടുത്ത ഒരു ടോപ്പിക് കൂടി പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ് എന്നാണ്. നമ്മളൊരു എന്താ പറയുക അർബൻ മാർക്കറ്റിന് ഫിക്സ് ചെയ്യുന്ന പോലെയല്ല റൂറൽ മാർക്കറ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. റൂറൽ മാർക്കറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായിരിക്കും പൊതുവെ ഉണ്ടാവുക. ഡെയിലി വേജ് വർക്കേഴ്സ് ആകുമ്പോൾ അവർക്ക് ഹൈ പ്രൈസിന് പ്രൊഡക്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അഫോർഡബിൾ ആവില്ല. അപ്പോൾ അവർക്ക് അഫോർഡബിളായ പ്രൈസിന് പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ് എന്ന് പറയാം. ഇതിൽ കാര്യമായിട്ട് വലിയ പോയിൻ്റൊന്നും ഇല്ലാതെ മാർക്ക് ചെയ്താൽ മതി. ഫോളോയിങ് ആർ ദി പ്രൈസിങ് സ്ട്രാറ്റജീസ്. ദി പ്രൈസ് മേ ബി കെപ്റ്റ് ലോ ബൈ യൂസിങ് ലോ യൂണിറ്റ് പാക്കേജിംഗ് എന്നാണ്. പാക്കേജിങ്ങിൻ്റെ യൂണിറ്റ് കുറയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ളടത്ത് നമ്മൾ എന്താ പറയുക 1 kg പാക്ക് ചെയ്യുമ്പോൾ റൂറൽ മാർക്കറ്റിലേക്ക് 1/2 kg അല്ലെങ്കിൽ 1/4 kg ഒക്കെ പാക്ക് ചെയ്തിട്ട് പ്രൈസ് കുറയ്ക്കുക. പ്രൈസ് ശരിക്കും കുറഞ്ഞിട്ടില്ല, പക്ഷേ കുറഞ്ഞ പ്രൈസിൽ അവർക്ക് കുറഞ്ഞ അളവ് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തത് റൂറൽ കസ്റ്റമേഴ്സ് ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദി യൂട്ടിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഹെൻസ് സിമ്പിൾ പാക്കേജിങ് ആർ മേ ബി പാക്കേജിംഗ് ഒക്കെ എന്താക്കി മാറ്റുക, സിമ്പിളാക്കി മാറ്റുക. അതിലെല്ലാവർക്കും ഇത് യൂട്ടിലിറ്റിയാണ് എന്ത് കൗണ്ട് ചെയ്യുക. അടുത്ത 3ാമത്തെ പോയിന്റ് പറയുന്നത് ചീപ്പർ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡെവലപ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് കോസ്റ്റ്ലി. അതായത് കോസ്റ്റ്ലി പ്രൊഡക്റ്റ് മാറ്റി എന്ത് ചെയ്യുക, ചീപ്പറായിട്ട്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. പ്രൈസിങ് സ്ട്രാറ്റജി ഷുഡ് ബി ലിങ്ക്ഡ് ടു പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുമായിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. അത്രയാണ് റൂറൽ മാർക്കറ്റ്. ഈ പ്രൈസിങ് സ്ട്രാറ്റജി എന്നുള്ള ചാപ്റ്ററോടെ തീർന്നിട്ടുണ്ട്. ഓക്കെ കേട്ടോ.